പിന്നെ ഇത് മുഖമണ്ഡപത്തിന് പണി ചെയ്തതാണ്. അതെ 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 അതെ. അപ്പോൾ അത് ഇനി അതിന് പണി നടക്കാനുണ്ട്. ഇതാണ് എന്നോട് പറഞ്ഞത്. ഈ സംഭവം അത് വഴിക്ക് വെച്ച് ആയി നിർന്നു പോയി. ഇപ്പം ഗടങ്ങ് മുന്നിലത്തെ കെട്ടിയിട്ടില്ല. അത് മുന്നിലെന്തോ ചെയ്യാനുണ്ട്. ആ ചെയ്തത് സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് വലിയ പൈസ ചിലവാണ്. സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് അങ്ങനെ ഇതിപ്പോ ഇതിനോട് കൂട്ടി ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ഗടങ്ങിന്റെ ഒരു പൂർണ്ണതയിലെത്തും. അപ്പോൾ എന്നാൽ മാത്രമേ അതിൻ്റെ ആ ചൈതന്യം ശരിക്കും മനസ്സിലാക്കാൻ പറ്റില്ല. ഭഗവാന്റെ ശരിയായ രൂപം. കലാപരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ടാകാറുണ്ടെന്ന്. ഉണ്ട് ഉണ്ട് ഉണ്ട്. ഏത് വിധത്തിലും എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മളെന്ന് പറഞ്ഞാൽ പ്രാദേശികമായിട്ടുള്ള കുട്ടികളെയാണ് ഏറ്റവും കൂടുതൽ പ്രാതിനിധ്യം കൊടുക്കുന്നത്. ആദ്യത്തെ ദിവസം കുട്ടികൾ, പിന്നെ സാംസ്കാരിക സമ്മേളനം ഉണ്ടാവും, അതുപോലെ തന്നെ ആധ്യാത്മിക പ്രഭാഷണം ഉണ്ടാവും. നമ്മുടെ പിന്നെ കേശവൻ വക്കീൽ, നമ്മളെ പിന്നെ നാരണം, ഇവർ നമ്മുടെ മയിൽ കാട്ടാം ഇവിടെയുള്ള ഇത് പിന്നെ ഏത് അധീനത്തിൽ വരുന്നതാണ്? ഏത് തലമുറ ഇത് അധീനത്തിൽ വരുന്ന? അത് നമ്മൾ ഇല്ലം പറയുന്നുണ്ടല്ലോ. അപ്പോൾ ഏതെങ്കിലും ഇല്ലത്തിൻ്റെ ഇതിൽ കീഴിൽ വരുന്നതാണോ, അല്ലെങ്കിൽ ഈ സ്ഥലം ശരിക്കും ആരതായിരുന്നു? സ്ഥലം എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മളിപ്പം ഒരു ബ്രാഹ്മണ സാമീപ്യം നല്ലോണം ഫീൽ ചെയ്യും. അല്ല, ബ്രാഹ്മണ സാമീപ്യം ഇല്ലാതെ പിന്നെ ക്ഷേത്രങ്ങളോ അല്ലെങ്കിൽ സ്ഥലങ്ങളോ ഇല്ല. പക്ഷേ എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ അതെല്ലാം പിന്നെ മൺമറഞ്ഞു പോയി, അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ അന്യാധീനപ്പെട്ടു പോയി. ഈ സ്ഥലം തന്നെ എന്ന് പറഞ്ഞാൽ ഒരു കൃഷ്ണൻ നമ്പ്യാർ എന്ന് പറയുന്ന അവരുടെ അധീനതയിലായിരുന്നു. അദ്ദേഹത്തിൻ്റെ സന്മനസ്സുകൊണ്ട് 21 സെൻറ്റ് സ്ഥലം നമുക്ക് തന്നു തന്നു, നമുക്ക് നാട്ടുകാർക്ക്. അപ്പോൾ ആദ്യത്തെ പിന്നെ ഇതിൻ്റെ പ്രസിഡന്റ് ഒരു കോമത്ത് കൃഷ്ണൻ മാസ്റ്റർ എന്ന് പറയുന്ന ആളും, അതുപോലെ തന്നെ PK ചാത്തുക്കുട്ടി, ഇങ്ങനെയുള്ള ആൾക്കാരുടെ കയ്യിലായിരുന്നു. അത് നമ്മളെ മുൻ തലമുറ അവരെല്ലാം മൺമറഞ്ഞു പോയി. അപ്പോൾ അതിനുശേഷം നമ്മളെന്ന് പറഞ്ഞാൽ ഇപ്പം ഞാനടക്കമുള്ള ആ ഒരു കമ്മിറ്റി ഏറ്റെടുത്ത് ഇപ്പം നമ്മൾ എക്സിക്യൂട്ടീവിൽ 21 ആളുണ്ട്. അല്ല, പ്രൈവറ്റാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ പക്ഷേ തലശ്ശേരി പിന്നെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ട്രസ്റ്റ് അല്ല, കമ്മിറ്റി. ട്രസ്റ്റ് ആക്കാൻ വേണ്ടി നോക്കിനി. ആ സമയത്ത് എന്ന് പറയാൻ ചെറിയൊരു ഒരു അസ്വാരസ്യങ്ങൾ ഉള്ളതുകൊണ്ട് ട്രസ്റ്റാക്കി കഴിഞ്ഞാൽ അത് ചിലവരുടെ കയ്യിൽ ഒതുങ്ങിപ്പോകുന്നുള്ളതിൻ്റെ പേരിൽ ട്രസ്റ്റ് അല്ല, അങ്ങനെ ജനങ്ങളെ വിശ്വാസമല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു വഴക്കിനോ ഒരു ഇതിനോ ഇല്ലാതെ കൊണ്ട് നമ്മൾ പറഞ്ഞു ട്രസ്റ്റ് വേണ്ട, നമുക്കിത് ചെയ്യാന്ന് പറഞ്ഞാൽ അങ്ങനെ. കാരണം എന്ന് വെച്ചാൽ ട്രസ്റ്റ് ആയി കഴിഞ്ഞാൽ വയ്യോട്ട് നിയമപരമായിട്ടുള്ള പ്രശ്നങ്ങളും ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. കാരണം വെച്ചാൽ ഒന്നുകിൽ ചാരിറ്റബിൾ ട്രസ്റ്റ് ആക്കുക, അല്ലെങ്കിൽ മറ്റുള്ള ഇതിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അത് ഒരു ചെറിയ കമ്മിറ്റി രൂപീകരിച്ചിട്ട് അത് നിയമപരമായി സർക്കാരിൻ്റെ ഇതിലേക്ക് ചെയ്യുമ്പോൾ അത് നമുക്ക് ഭാവിയിൽ ബുദ്ധിമുട്ടുണ്ടാവില്ല. കാരണം ഇന്ന് ഓരോ ക്ഷേത്രങ്ങളെല്ലാം മലബാർ ദേവസ്വത്തിൻ്റെ അവരും എല്ലാം ക്ഷേത്ര സമിതിയിൽ ഉടറെല്ലാം എടുക്കുന്നുണ്ട്. അപ്പം ഇതെന്ന് വെച്ചാൽ ജനങ്ങളിലേക്ക് തന്നെ എപ്പോഴും നിന്ന് പോകാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളത് ഒരു വട്ടം ആലോചിക്കുക, അതിനെപ്പറ്റി എന്താ വേണ്ടതെന്ന് വെച്ചാൽ നല്ല അറിവുള്ള ആൾക്കാർക്ക് ചോദിച്ച് മനസ്സിലാക്കുക എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവർ പറഞ്ഞു തരും ഇതിനെപ്പറ്റിയുള്ള വിശദ വിവരങ്ങൾ. അല്ലാതെ നമ്മൾ നാട്ടുകാർ കുറച്ച് ആൾക്കാർ കമ്മിറ്റി മാത്രമാക്കിയിട്ട് അങ്ങ് അവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ബൈലോ പ്രകാരം ചെയ്തതാണെങ്കിൽ അതെ നമ്മൾ വർഷത്തിൽ പുതുക്കലുണ്ട്. അതെന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നോട് ഇപ്പോൾ ഒത്തിരി പേരാണ് ചോദിച്ചിട്ട് പൈസ അയക്കുമ്പോൾ ഇത് ട്രസ്റ്റ് ആണോ, അല്ലെങ്കിൽ പ്രൈവറ്റ് ആണോ, അല്ലെങ്കിൽ ഗവൺമെൻറ് ആണോ? പ്രൈവറ്റ് അല്ല. അപ്പോൾ ഇത് ഞാൻ എന്നോട് പറയുന്നു ഇത് നാട്ടുകാരെ ഒരു കമ്മിറ്റിയാണ്, അത് ട്രസ്റ്റ് രൂപത്തിൽ തന്നെയാണ്. അത് അതിന് വേറെന്തൊരു പേരുണ്ട്. അപ്പോൾ അത് അങ്ങനെ രജിസ്റ്റർ ചെയ്ത് വെച്ചിട്ടുള്ളത് തലശ്ശേരി എന്നാണ് പറഞ്ഞത്. അപ്പം അതുകൊണ്ട് ഇനിയിപ്പം ബാക്കിയുള്ള കാര്യങ്ങളും അന്നദാനശാലയിലും വരുമ്പോൾ അത് അതിൻ്റെ നിയമപരമായിട്ട് അവർ നീങ്ങുമായിരിക്കും അല്ലേ. കാര്യങ്ങളും വരുമ്പം പിന്നെ ആ സാധാരണ ആൾക്കാർ കൈമിൽ ഒതുങ്ങൂല. അപ്പം അതുകൊണ്ട് ആ സമയത്ത് അവരത് ചെയ്യുമായിരിക്കും. ഇന്ന് ഈ നിലയിൽ എന്ന് വെച്ചാൽ ഇതാ കണ്ടില്ലേ നിങ്ങൾ, ഇപ്പം ഈ ലെവലിൽ നാട്ടുകാരെ ഒറ്റ പരിശ്രമം കൊണ്ട് മാത്രമാണ്. പിന്നെ പുറമെയുള്ള കൂട്ടറ സഹായമുണ്ട്, എത്തിയില്ല എന്നല്ല പറഞ്ഞത്. അപ്പോൾ ഇന്ന് ഘടകമെല്ലാം കെട്ടിപ്പോൾ മണ്ഡപം ആക്കാൻ വേണ്ടിയിട്ട് അവർ അതിന് സാമ്പത്തിക ബുദ്ധിമുട്ടായിട്ട് നിൽക്കുകയാണ്. അപ്പം കുട്ടികളെല്ലാം വന്ന കലാപരിപാടിയൊക്കെ നടത്താൻ വേണ്ടിയിട്ട് അതിനുള്ള ചെറിയ സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കാലപ്പഴക്കം ഏകദേശം 3500ഓളം വർഷം പഴക്കമുണ്ടെന്നാണ് പറയപ്പെടുന്നത്. പിന്നെ പണ്ട് കാലത്ത് ചെറിയ തറ പോലെ ആയിരുന്നു. അത് ഇടിഞ്ഞു പൊളിഞ്ഞിട്ട് അങ്ങനെ ആയതാണ്. അവിടെ ആ വിളക്കെത്തിക്കലുണ്ട്. ഒരു നമ്മുടെ തച്ചോളി കുഞ്ഞിരാമൻ എന്ന് പറയുന്ന ഒരു മഹൽ വ്യക്തിയാണ്. അദ്ദേഹമാണ് ശരിക്കും പറഞ്ഞാൽ അതിന് വിളക്ക് കത്തിക്കലും അതുപോലെ തന്നെ ആ വിഗ്രഹത്തിൻ്റെ ആ സ്ഥലത്ത് എന്ന് പറഞ്ഞാൽ ഓലയെല്ലാം സ്വന്തം ഉണ്ടാക്കി, അല്ലെങ്കിൽ 4 വീടുകളിൽ പോയി ചോദിച്ചിട്ട് അങ്ങനെ കെട്ടിയിട്ട് അതിനെ സംരക്ഷിച്ച് പോന്നിരുന്നത് ഓറാണ്. അപ്പോൾ പിന്നെ അന്ന് ഒരു നേരമായിരിക്കുമല്ലേ വിളക്കുണ്ടാവുക? അന്ന് വിളക്കുണ്ടാവുക എന്ന് പറഞ്ഞാൽ സന്ധ്യക്ക് മാത്രം കത്തിക്കലാണ്. ഇതിന് ചരിത്രം എന്താ പറയുന്നത്? എങ്ങനെ ഇവിടുത്തെ മൂർത്തി എങ്ങനെ ഇവിടെ എത്തി എന്നുള്ളത് എങ്ങനെ ചരിത്രം പറയുന്നത് അറിയില്ല.
പിന്നെ പണ്ടത്തെ കൂട്ടർക്ക് മാത്രമേ അറിയാം അതിൻ്റെ ചരിത്ര ഐതിഹ്യങ്ങളെല്ലാം. അതെ. അപ്പോൾ എന്തായാലും ഇത്രയും കാര്യങ്ങൾ അറിയാൻ നമുക്ക് സാധിച്ചതിന് സന്തോഷം. പിന്നെ ഇവിടെ രാമായണ പാരായണങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. രാമായണ പാരായണങ്ങൾ ഉണ്ടായാലുണ്ട്. പിന്നെ അത് ആധ്യാത്മിക പ്രഭാഷണങ്ങൾ നടത്തലുണ്ട്. അപ്പോൾ നമുക്ക് എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് ഈ ഭക്തിപരമായിട്ട് അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ആധ്യാത്മികപരമായിട്ട് നമ്മുടെ നാട്ടിൻ്റെ ഐശ്വര്യത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന പല കാര്യങ്ങളും ഇവിടെ ചെയ്യലുണ്ട്. അപ്പോൾ ഞാനൊരു കാര്യം പറയാം. നിങ്ങൾ ഇവിടെ ജനങ്ങൾ ദൂരത്തെല്ലാം വരുന്ന പേരുണ്ടെങ്കിൽ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇവിടുത്തേക്ക് എത്ര കിലോമീറ്റർ ഉണ്ടാവും? ഇവിടുന്ന് 8 കിലോമീറ്റർ. 8 കിലോമീറ്റർ അല്ലേ? ഇത് നമ്മൾ കണ്ണൂർ ചെക്കിക്കുളം വെല്ലന്നൂരിൽ നിന്ന് ചെക്കിക്കുളം പോകുന്ന വഴിക്കാന്ന് ഇത് വരിക. ആരോട് വെച്ചാലും പറഞ്ഞു തരും അല്ലേ ഈ ക്ഷേത്രം. പിന്നെ ഞങ്ങൾ കണ്ണൂർ ബസ് സ്റ്റാൻഡിൽ നിന്ന് വരുന്നതാണെങ്കിലും ഏകദേശം ഒരു 7 കിലോമീറ്റർ ഉണ്ടാവും. അതെല്ലാം കണ്ടക്ടറായവർക്ക് അറിയാം. 7 കിലോമീറ്റർ അങ്ങനെയുണ്ടാവും. പിന്നെ നിങ്ങൾ ഇത് ഞാൻ പറയുന്നത് വെച്ചാൽ തലശ്ശേരി ഭാഗത്ത് നിന്ന് അങ്ങനെ വരുന്നുണ്ടെങ്കിൽ കോഴിക്കോട് ഭാഗത്ത് നിന്നെല്ലാം വരുന്നുണ്ടെങ്കിലുള്ള കാര്യമാണ് പറഞ്ഞത്. ഇനി മറിച്ച് നിങ്ങൾ ഇരിട്ടി ഭാഗത്ത് നിന്ന് വരുന്നതാണെങ്കിൽ വെല്ലന്നൂർ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ഓട്ടോറിക്ഷ ഉണ്ടാവും. അവിടെ നിന്ന് ഏകദേശം 1 കിലോമീറ്റർ അത്രയും ഉണ്ടാവും അല്ലേ? 1 കിലോമീറ്ററേ ഉണ്ടാവും. അത് നിങ്ങൾ ചോദിച്ചാൽ ഒരു 30 റുപ്യേൻ്റെ ഓട്ടോ ഉണ്ടാവും. 30-40 പോയാൽ ഒരു 50 റുപ്യ അതിൻ്റെ അപ്പുറം വരില്ല. അതെ, 30 റുപ്യ വേണ്ടി വരും. അപ്പോൾ അത് ഇവിടത്തേക്ക് 40 റുപ്യ വേണ്ടി വരും. അപ്പോൾ നിങ്ങൾ ആരോട് ചോദിച്ചാലും പറഞ്ഞു തരും. അതീവ പോസിറ്റീവ് എനർജി സ്ഥലമാണ്. നിങ്ങൾ വരിക, കാണുക. പിന്നെ ഒരു ബസ് നിറയുള്ള ആൾക്കാർ വരുന്നതാണെങ്കിൽ നിങ്ങൾ മുൻകൂട്ടി ക്ഷേത്ര കമ്മിറ്റിയായിട്ട് വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള സൗകര്യം കുറച്ച് സമയം അവർ വെയിറ്റ് ചെയ്ത് നിൽക്കും അല്ലേ? നാലമ്പല ദർശനത്തിലും പോകുന്ന പോലെ നിങ്ങൾ വരുന്ന കൂട്ടരുണ്ടെങ്കിൽ ഞാൻ പറയാം, പയ്യന്നൂർ ഭാഗത്തെല്ലാം വരുന്ന കൂട്ടർ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ പോകുന്ന കൂട്ടർക്ക് കാണാൻ പറ്റിയൊരു ക്ഷേത്രം കൂടിയായത്. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് വന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഒത്തിരി ഉണ്ട്. പിന്നെ അതുപോലെ ക്ഷേത്രത്തെ എന്തെങ്കിലും സംഭാവന ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ക്ഷേത്ര കമ്മിറ്റിയായിട്ട് ബന്ധപ്പെട്ടാൽ മതി. ഞാൻ നമ്പർ അവരുടെ അടുത്ത് പറഞ്ഞിലാക്കി തരാം. പിന്നെ ക്ഷേത്രത്തിൻ്റെ ഞാൻ പറഞ്ഞ പോലെ ഇത് ക്ഷേത്രം മുന്നിൽ ഇത് ചെയ്യാനുണ്ട്. അതുപോലെ നിലത്ത് കല്ല് പാഴാനുണ്ട്. പിന്നെ ഒരു അന്നദാനശാല എടുക്കണമെന്ന് ഇവർ ആഗ്രഹിക്കുന്നുണ്ട്. ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അത് എല്ലാ മാസമോ അല്ലെങ്കിൽ ആഴ്ചയിലോ അതിൻ്റെ സംവിധാനം അല്ലെങ്കിൽ അതിനുള്ള സൗകര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ അവർ ചെയ്യുന്ന പറയുന്നത് അല്ലേ? അതിനൊരു നമുക്ക് ഏറ്റവും കൂടുതൽ പിന്നെ ഒരു പ്രധാനമായിട്ടുള്ളത് ക്ഷേത്രക്കുളമില്ല. ക്ഷേത്രക്കുളം ഇതിൻ്റെ താഴത്താണ് ഉള്ളത്. അത് പക്ഷേ വേറൊരു ആൾക്കാരുടെ കയ്യിലാണുള്ളത്. അപ്പോൾ അവരോട് നമ്മൾ ചോദിച്ച സമയത്ത് അവർ പറഞ്ഞു നിങ്ങൾ കുളം എടുത്തോ. പക്ഷേ നമ്മൾ പറഞ്ഞു അങ്ങനെ എടുത്താൽ ഇപ്പോൾ ആരെങ്കിലും നമുക്ക് എന്തെങ്കിലും ഒരു സംഭാവന തരുന്നുണ്ടെങ്കിൽ ക്ഷേത്രത്തിന് ഇതാരതാണ് ക്ഷേത്രം അല്ലെ കുളത്തിൻ്റെ സ്ഥലം ആരതാന്ന് ചോദിച്ചാൽ നമുക്കതിന് ഉത്തരം പറയാനില്ല. അതുകൊണ്ട് നമുക്ക് അത് 1 സെൻറ്റാ 1 സെൻറ്റ് 2 സെൻറ്റാ 2 സെൻറ്റ് നമുക്കത് തന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അതിനവർ സമ്മതിച്ചിട്ടില്ല. അപ്പോൾ അത് അവിടെ ആ മുളയുടെ താഴത്താവുള്ളത്. അതെല്ലാം ബയോട്ട് വരും. ഭഗവാൻ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം വരുമ്പം ഒരാളും ഒരു അനുഭവം കൊണ്ടല്ലോ ഓരോ ശരിയ. അപ്പോൾ നമ്മളെവിടെയോ കിടക്കുന്ന ഹിമാലയത്തിൽ കിടക്കുന്ന നിങ്ങൾ ഈ ദേശം പരത്തി പിടിച്ച് വരേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം അത് ഭഗവാൻ തോന്നിച്ചതായിരിക്കാം. ഭഗവാൻ തോന്നിപ്പിച്ചത് മാത്രമല്ല, ഭഗവാനും ബലിച്ചു ഊതിക്കൊണ്ടിരുന്നതാണ്. ബാക്കിയുള്ള പണി ചെയ്ത് തീർക്കണമെന്ന് ഭഗവാൻ ആഗ്രഹം ഉണ്ടാവും. കാരണം അല്ലേ തലശ്ശേരി ഭാഗത്ത് നിന്ന് വരുന്ന കുട്ടികൾക്ക് ചോക്കുന്ന് വെല്ലന്നൂരിലേക്ക് വന്നു കഴിഞ്ഞാൽ അങ്ങനെ നിങ്ങൾക്ക് വരാം. അതുപോലെ തളിപ്പറമ്പ് ഭാഗത്തു നിന്നും പയ്യന്നൂർ ഭാഗത്തു നിന്നും വരുന്ന കുട്ടിയുണ്ടെങ്കിൽ കണ്ണൂരിൽ നിന്ന് വന്നിട്ട് കണ്ണൂർ ബസ് സ്റ്റാൻഡിൽ നിന്ന് വെല്ലന്നൂർ വന്നിട്ട് വരാം. അല്ലെങ്കിൽ ചെക്കിക്കുളം ബസ്സുണ്ട്. ചെക്കിക്കുളം ബസ്സിന് വന്നാൽ ഇവിടെ അങ്ങനെ വരാം അല്ലേ? കണ്ട അപ്പം അങ്ങനെ മാർഗങ്ങളുണ്ട്. ഇവിടത്തേക്ക് തന്നെ ഇവിടെ നേരെ പിന്നെ ക്ഷേത്രത്തിൻ്റെ മുന്നിൽ തന്നെ ഇറങ്ങാനുള്ള ബസ് സ്റ്റോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതിലേക്കൂടി ചെക്കിക്കുളം വെല്ലന്നൂർ ചെക്കിക്കുളം കുടിക്കുമുട്ട അല്ലേ മുണ്ടേരിമുട്ട ഒക്കെ പോകുന്ന വഴിയാണ്. അപ്പോൾ ധാരാളം ബസ്സുകളിലൂടെ പോകാറുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് പറ്റുന്ന സഹായങ്ങൾ ഇനി വരാൻ പറ്റാതെ വിട്ടാണെങ്കിൽ പറ്റുന്ന സഹായങ്ങൾ നിങ്ങൾ ഗൂഗിൾ പേയോ അല്ലെങ്കിൽ ഇവരുടെ ഫോൺ നമ്പർ ഞാൻ അതിൽ ഉൾപ്പെടുത്താം. അതിൽ ഫോൺ പേ ആയിട്ടോ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാം. അപ്പം ഇത്രയും കാര്യങ്ങൾ നമുക്ക് പറയാനുള്ളത് അല്ലേ? അപ്പം ബാക്കിയുള്ള വഴിപാടും കാര്യങ്ങളും നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കമ്മിറ്റി ഓഫീസിലെ പിന്നെ നമ്പർ ഞാൻ ഇതിൽ കൊടുപ്പിക്കാം അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് വഴിപാട് അങ്ങനെയും ചെയ്തു തരും. പ്രസാദം ഓൺലൈനിൽ അയച്ചുതരാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ കുടുംബത്തിൽ ആരെങ്കിലും അടുത്തുണ്ടെങ്കിൽ അവരയച്ചു കഴിഞ്ഞാൽ പ്രസാദം കൊടുക്കും. ഇല്ലെങ്കിൽ നിങ്ങളുടെ പേരിലേക്ക് അതെന്തായാലും ഇവർ ചെയ്യും. ഇവിടെ ഉള്ള ഭക്തന്മാർക്ക് വിതരണം ചെയ്യും. അങ്ങനെ ചെയ്യും. നമുക്കൊന്ന് ശാന്തി ഒന്ന് പരിചയപ്പെട്ടാൽ മയിലെന്ന് പറഞ്ഞ അത് എന്നോട് നമ്മളോട് വിളിച്ചു പറഞ്ഞു വിട്ടത്
നമ്മുടെ മയിലാണ് അദ്ദേഹമാണ് ഇവിടെ ചെയ്യുന്നത്. പിന്നെ ഈശാനൻ നമ്പൂതിരിയോട് എന്തോ ഫാമിലി ബന്ധത്തിലില്ല. അദ്ദേഹം നമ്മളെ വലിയ സുഹൃത്താണ്. പിന്നെ മയിൽ എവിടെ വരിക? മയില് വേളം അമ്പലത്തിലേക്ക് എത്തണ്ട, അതിന് മുമ്പായിട്ടാണ്. ഈ റൂട്ടിൽ പോകുമ്പോൾ മയില് ടൗണിൽ എത്തുന്ന അടക്കാണ്. കടൂർ പോകാൻ വേണ്ടിക്കല്ലോ? കടൂർ കഴിഞ്ഞിട്ടാണ്. അതെ അല്ലേ. പിന്നെ ഇവിടെ എത്ര വേണ്ടിക്കാൻ നടവർക്കാറ്? രാവിലെ 6:30 മുതൽ 9 മണി വരെ, വൈകുന്നേരം 5:30 മുതൽ 7 മണി വരെ. ഇവിടുത്തെ പ്രധാന വഴിപാട് എന്താ? മഹാവിഷ്ണുവിന് പാൽപ്പായസം, നെയ്വിളക്കും പാൽപ്പായസമാണ് പ്രധാന വഴിപാട്. പിന്നെ അതുപോലെ തെടവ് നൃത്തം ആരാ വന്ന് ചെയ്യാറ്? സാധാരണ ഒരു 14-15 വർഷത്തോളമായി ഇപ്പോൾ കലശം കഴിഞ്ഞ് ഉത്സവം നടത്തുന്നു. ഈ 15 വർഷം അണലക്കാട് മാധവൻ നമ്പൂതിരി എന്ന് പറഞ്ഞിട്ട് ഒരാളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 2 ദിവസമായിട്ടുള്ളത് കൊണ്ട് 2ാമത്തെ ദിവസം അത് ഓപ്ഷണലായിട്ട് മാറിക്കൊണ്ടിരിക്കും. അദ്ദേഹം സ്ഥിരമായിട്ടുണ്ട്. രണ്ടാമത്തെ ആള് പലപ്പോഴും മാറിക്കൊണ്ടിരിക്കും. ആദ്യ കാലങ്ങളിലൊക്കെ പതിവുണ്ടായിരുന്നു. പിന്നെ സാഹചര്യത്തിന്റെ സമ്മർദ്ദം കൊണ്ടൊക്കെ വണ്ടം നോക്കേണ്ടി വന്നു. ഇനിയും കുറച്ചും കൂടി കഴിയുമ്പോൾ ഭാവിയിൽ ഉണ്ടാവട്ടെ. നിങ്ങളെ കാലം കഴിഞ്ഞുള്ളിൽ നമുക്ക് ഇവിടെ നിത്യ അന്നദാനശാലിയായി വരണം. നല്ലോണം ഭഗവാനോട് അറിഞ്ഞ മനസ്സ് പ്രാർത്ഥിക്കുക. നിങ്ങളെ പ്രാർത്ഥനയും എത്ര വർഷമായി ഇവിടെ? ഞാനിപ്പോൾ 16 വർഷം. അതായത് ഇപ്പം നിങ്ങളെ ഈ പ്രാർത്ഥനയും നിങ്ങളെ ആ പൂജേൻ്റെ വഴിപാടിനും പവറാണ് ഈ കാണുന്ന ഇത്രയും. അതെ, അല്ല വെറുതെ പറഞ്ഞല്ല, നമ്മൾ ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലമാണല്ലോ നമുക്ക് ലഭിക്കുക. അപ്പൊ നമ്മൾ ചെയ്യുന്ന പൂജയുടെ ഫലമാണ് നമുക്ക് അതിന്റെ പൂർണ്ണ ഫലം ഭഗവാൻ തരുന്നത്. ഒരു ദേശത്ത് നമ്മൾ വന്നിട്ട് നമ്മൾ കാരണം ആ ദേശം മുഴുവൻ ഐശ്വര്യം കാണിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് ചില്ലറ കാര്യമല്ല. എല്ലാ നമ്പൂതിരിമാരോടും മേൽശാന്തിയും കീഴ്ശാന്തിമാരോടും ഞാൻ പറഞ്ഞ വാക്കുകളായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇനിയും പാരായണം കാര്യങ്ങളൊക്കെ ഇതുപോലെ നിങ്ങളെ നേതൃത്വം കൊണ്ടുവരിക, അല്ലെങ്കിൽ ഭംഗിയായി ചെയ്യാൻ സാധിക്കട്ടെ. ഒരു കോടി പേര് പറഞ്ഞോളൂ. ഗിരീഷ് ബാബു. നല്ല നമസ്കാരം. ഇല്ലത്തിന്റെ പേരെന്താ? പരക്കുന്നത്തില്ല. 95 95 36 28. ഈ നമ്പറിൽ വഴിപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടെങ്കിൽ വിളിച്ചു പറഞ്ഞാൽ മതി. പിന്നെ അതുപോലെ ക്ഷേത്രത്തിന്റെ മറ്റുള്ള നിർമ്മാണത്തിന് വേണ്ടുന്ന സഹായങ്ങളും ഇതിൽ വിളിച്ചു പറഞ്ഞാൽ മതിയല്ലോ. അല്ല, പിന്നെ ഇതിന്റെ അക്കൗണ്ട് നമ്പറും കാര്യങ്ങളും എങ്ങനെ വെച്ച് എന്താ ചെയ്യാം? അക്കൗണ്ട് നമ്പറും കാര്യങ്ങളൊക്കെ കമ്മിറ്റിയായിട്ട് ബന്ധപ്പെട്ട് അത് വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ സംസാരിച്ചിട്ട് കൊടുക്കാനുള്ള വഴികളൊക്കെ കൊടുക്കാം കേട്ടോ. ഇത് വേറെ നമ്പറാണ് കേട്ടോ. അപ്പം ഇതിൽ നിങ്ങൾക്ക് ഇതിലും കോൺടാക്ട് ചെയ്യാൻ പറ്റും. പിന്നെ 9895 അതാ നിങ്ങൾ പറഞ്ഞതല്ലേ? മുകളില് 623 87444 83 83 അല്ലേ? അപ്പോൾ ഈ നമ്പറും കൂടി നിങ്ങൾക്ക് ചേർക്കാൻ പറ്റും കേട്ടോ. പിന്നെ നിർമ്മാല ഉണ്ട്, പിന്നെ ചുറ്റുവിളക്ക് ഉണ്ട് ഇവിടെ? ഇല്ലല്ലേ? അത് ബൈഔട്ട് ആവുമായിരിക്കും അല്ലേ അതെല്ലാം. പിന്നെ ഇനിയും പാരായണവും കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കട്ടെ. എന്നാൽ നല്ല നമസ്കാരം. ചാനലിൻ്റെ പേര് പുണ്യയാത്ര ആണെന്ന്. അതെ, പുണ്യയാത്ര എന്നാണ് ആ ചാനൽ. എല്ലാവരും കാണുക. അതുപോലെ തന്നെ നമ്മുടെ ക്ഷേത്രങ്ങൾ പോലെയുള്ള ക്ഷേത്രങ്ങൾക്ക് അവരവനെ കൊണ്ട് കഴിയുന്ന സഹകരണങ്ങൾ ചെയ്തതെന്ന് നമ്മളെപ്പോലെയുള്ള ഈ ക്ഷേത്രങ്ങൾ പുനരുദ്ധരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സന്മനസ്സുണ്ടാവട്ടെ എന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.